ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല, നമ്മളിന്നൊരു ഈസി ആയിട്ടുള്ള ഒരു ഇരുമ്പാമ്പുളി അച്ചാറാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഇരുമ്പാമ്പുളി എന്നാണ് പറയുക, പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഇരുമ്പാമ്പുളി മരമുണ്ട്. അപ്പോൾ അത് പൊട്ടിക്കണമെങ്കിൽ കുറച്ച് ഏണിയൊക്കെ വെച്ച് കയറി വീടിൻ്റെ മണ്ടയിൽ കയറിയിട്ട് വേണം പൊട്ടിക്കാനായിട്ട്. അപ്പോൾ കാലത്ത് നിന്ന് അതായിരുന്നു പണി. സീസൺ കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇരുമ്പാമ്പുള്ളിയുടെ. അപ്പോൾ കിട്ടുന്നതൊക്കെ ഇങ്ങനെ ഉണക്കിയിട്ടും അച്ചാറൊക്കെ ഇട്ടിട്ട് വെക്കുകയാണ് പതിവ്. അപ്പോൾ അപ്പയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അച്ചാർ, ഏതായാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊല്ലും. കാരണം കണ്ണി കണ്ടതിൻ്റെ മുകളിലൊക്കെ വലിഞ്ഞ് ഞാൻ കയറും. എനിക്ക് അങ്ങനത്തെ ഒരു പേടിയോ എന്താ പറയുക നാണക്കേടോ അങ്ങനത്തെ പണിയൊന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഐശ്വര്യമായിട്ട് ഇരുമ്പാമ്പുളി പൊട്ടിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഇരുമ്പാമ്പുളി. ചെറുപ്പത്തിലൊക്കെ ഇത് ഉപ്പൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ അത് പറയുമ്പോൾ തന്നെ എൻ്റെ വയൽ വെള്ളം വന്നു. ഉപ്പൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇരുമ്പാമ്പുളി കഴുകി വൃത്തിയാക്കി വെച്ചു. അതിന് ശേഷം ഇതുപോലെ അരിഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല വൃത്തിയിൽ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ല. പിന്നെ അച്ചാർ, അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കായംപൊടി. പിന്നെ എൻ്റെ കുറച്ച് സീക്രട്ടും ഉണ്ട്, അത് ഞാൻ പറയില്ല, അതെൻ്റെ ഒരു ഇതാണ്. പിന്നെ നമ്മളിനി ഈസി ആയിട്ടുള്ള അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. ചട്ടി വെച്ചു. ഞാൻ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുക. അതിന് ശേഷം ചൂടായതിനു ശേഷം ഒന്ന് കടുക് ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി, കറിവേപ്പിലയും കൂടിയിട്ടാണ് വേണ്ടത് കേട്ടോ. അതും ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഒരുപാട് ഇങ്ങനെ ബ്രൗൺ നിറമാവണ്ട, ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമായി തുടങ്ങി എന്ന് പറയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം പോലും ഉണ്ടാവരുത്. കാരണം വെള്ളമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അച്ചാർ വേഗം നാശാവും. ഒരു തരി മതി വെള്ളം ഉണ്ടാവാനായിട്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇത് ഉണ്ടാക്കും കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആ ഒരു പാകം അറിയാൻ പറ്റും. പെട്ടെന്ന് ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ആക്കണം എന്ന് പറഞ്ഞ് വരുന്നത് കൊണ്ടല്ല, നമ്മൾ ഇട്ടപ്പോൾ തന്നെ നമ്മുടെ പൊടി കരിയും. അപ്പോൾ അതിന് കുറച്ച് ട്രിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ നമ്മുടെ പൊടികൾ, അച്ചാറിന് വേണ്ടുന്ന പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇടയ്ക്ക് ഷെയ്ക്ക് ആവുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ഞാൻ ഒറ്റക്കൈ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. എൻ്റെ എന്താ പറയുക സ്റ്റാൻഡ് പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇളകിയിരിക്കുന്നത്. അപ്പോൾ പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ചൊറുക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം ചൊറുക്ക് ഓൾറെഡി നല്ലതാണ്. കാരണം ഇരുമ്പാമ്പുളിയിലാവുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വേണമെന്നുള്ളവർ ഒഴിച്ചാൽ മതി. പക്ഷേ അച്ചാറിനൊക്കെ ആവുമ്പോൾ ചൊറുക്ക് കുറച്ച് ഒഴിക്കണത് നല്ലതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു 1-2 മിനിറ്റ് ജസ്റ്റ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി നമ്മുടെ മസാലയൊക്കെ ഒന്ന് നന്നായി പിടിക്കട്ടെ. പിന്നെ ഇനി ആവശ്യത്തിന് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടോ. അച്ചാറിൽ കുറച്ചിട്ടോ, ഒരുപാടല്ല. ഒരു പൊടിക്ക് ഉപ്പ് ഇച്ചിരി കൂടി നിൽക്കുന്നതാണ് നല്ലത്. അച്ചാർ പെട്ടെന്ന് കേട് വരുമൊന്നും ചെയ്യില്ല. അതുപോലെ എണ്ണ നന്നായിട്ട് വേണം. അപ്പോൾ നമ്മുടെ പൊടി നന്നായിട്ട് എന്താ പറയുക അതിൻ്റെ ആ ഒരു പച്ചപ്പ് മണം ഒന്ന് പോകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരുമ്പാമ്പുളി ഇട്ട് കൊടുക്കുക. ഇരുമ്പാമ്പുളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ സ്ഥലത്തും അതിൻ്റെ മസാലക്കൂട്ട് ചെല്ലണം. ഇനി കുറച്ച് ഞാൻ ചൂടുവെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ല ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. അതൊരു കുറച്ച്, ഒരുപാട് അങ്ങോട്ട് ഒഴിക്കേണ്ട. ഒരുപാട് എന്താ പറയുക വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അച്ചാർ നാശമാവും. പിന്നെ അത് തന്നെയല്ല, ചൂടുവെള്ളം ഒഴിക്കുക എന്ന് പറയുന്നത് ചിലർ പച്ചവെള്ളമൊക്കെ കോരി ഒഴിക്കും. അങ്ങനെയൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാർ വേഗം നാശമാവും കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ച് മിക്സാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ദിവസം തൊടാതെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇരുമ്പാമ്പുളിയിലത്തെ വെള്ളമൊക്കെ വന്ന് നല്ല അടിപൊളി മണവും എല്ലാം ടേസ്റ്റൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. തുടർന്നും ഇതുപോലെ ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ട് വരാം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇരുമ്പാമ്പുളി അച്ചാർ വായിൽ വെള്ളം വരുന്നു. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.